ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ 9ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ അനേകർ തുടർമാനമായി ഈ ബൈബിൾ സ്റ്റഡികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിശേഷാൽ ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയും ഈ ചാനലിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ആത്മാർത്ഥമായി ഒരു പ്രാവശ്യം കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ആ പുസ്തകത്തെ പല വിഭാഗങ്ങളായി നമ്മൾ വിഭജിച്ചിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമാണ്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ വിഭജിച്ചിരുന്നത്. 1 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ ഇതിൻ്റെ മുഖവരയാണ്, ഇൻട്രൊഡക്ഷനാണ്. അത് നമ്മൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ച ശേഷം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8-ന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ദൈവവചനം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെരുശലേം സഭയുടെ 7 ക്വാളിറ്റികളാണ് നമ്മൾ ശ്രദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യെരുശലേം സഭ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭ, രണ്ടാമത് യെരുശലേം സഭ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭ, അതായത് ദൈവവചനത്തിന് അവർ വളരെയധികം മുൻതൂക്കം കൊടുത്ത സഭയാണ്. മൂന്നാമത് നാം ശ്രദ്ധിച്ചത് യെരുശലേം സഭ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത സഭയാണ്, പവർഫുൾ ചർച്ച്. നാലാമത് യെരുശലേം സഭ പെർസിക്യൂട്ടഡ് ചർച്ച്, ഉപദ്രവിക്കപ്പെട്ട സഭയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നത് അതിൻ്റെ 5ാമത്തെ ക്വാളിറ്റിയാണ്. ജെറുസലേം ചർച്ച് പ്രൊവൈഡിംഗ് ചർച്ച്. നീഡിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ സഹായം ചെയ്ത സഭയാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ മറന്നു പോകാതെ ക്രിസ്തീയ സ്നേഹത്തിൽ അവർ സഹായിച്ച സഭയാണ്. ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 45-ാം വാക്യം. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. 46-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. 45-ാം വാക്യം ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് ഉണ്ടായ സഭയിൽ
42 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചപ്പോൾ അവർ പതിവായി ചെയ്തു വന്ന കാര്യങ്ങളെക്കുറിച്ച് ലൂക്കോസ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 45, 46 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 45-ാം വാക്യത്തിൽ ലൂക്കോസ് ആത്മനിറവിൽ എഴുതുന്നത് അവർ സഭയിലുള്ള നീഡിയായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കെയർ ചെയ്തു എന്നാണ്. അതിന് പ്രത്യേകം എഴുതിയിരിക്കുന്നത് ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നവരുടെ ആവശ്യത്തെ അവർ കണ്ണടച്ചു വിടുകയല്ല, അതിന് ക്രിസ്തീയ സ്നേഹത്തിൽ അവരവരുടേതായിട്ടുള്ള വസ്തുക്കൾ വിറ്റ് ഈ സാധുക്കളായുള്ള ആവശ്യത്തിലിരിക്കുന്ന അവരുടെ കൂട്ടു സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാട്ടുന്നത്. പലപ്പോഴും പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങളായി അനന്തരമായി നടക്കുന്ന അനുഭവങ്ങൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മാത്രമായി നാം ചിന്തിക്കാറുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അത് നടക്കുന്നത്. അപ്പോൾ തന്നെ ദൈവമക്കൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്ന് സ്ഥിരമായി താമസിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, ആത്മാവിൻ്റെ നിറവും കവിഞ്ഞൊഴുക്കുമുണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തെ, സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടും ആത്മാവിനാൽ അല്ലാതെ ഒരിക്കലും ക്രിസ്തീയ സ്നേഹം, ദിവ്യ സ്നേഹം വെളിപ്പെടുകയില്ല. ഈ ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ യെരുശലേം സഭയിലെ വിശ്വാസികളെയും അപ്പോസ്തോലന്മാരെയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് അപ്പോസ്തോലന്മാരുടെ മുൻകാല അവരുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇവരല്ലേ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചത് ഞങ്ങളിൽ വലിയവൻ ആരാണെന്ന്? അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ വരുമ്പോൾ ദൈവരാജ്യം ഭൗതികമാണ് എന്ന് ചിന്തിച്ചവരാണ്. എപ്പോഴാണ് ഇസ്രായേലിൽ ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്നൊരു കൺസെപ്റ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവരാജ്യം ഒരു ആത്മീക രാജ്യമാണെന്ന് ചിന്തിക്കാതെ കർത്താവ് വന്നത് ഒരു പൊളിറ്റിക്കൽ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, പൊളിറ്റിക്കലായി കർത്താവ് ഒരു രാജ്യം സ്ഥാപിച്ചാൽ അവിടെ മന്ത്രിമാരാകാം, അവിടെ ഭൗതികമായുള്ള വിഷയങ്ങളാണ് അവരുടെ ചിന്തയിൽ പ്രധാനമായിട്ട് വരുന്നത്. തീർച്ചയായും കൊടുക്കുന്നതിന് പകരം അക്യുമുലേഷൻ എന്ന ചിന്തയാണ്. വലിയവരായാൽ, സ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന നേട്ടങ്ങളായിരുന്നല്ലോ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ. എന്നാൽ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു കൺസെപ്റ്റ് മാറി. അക്യുമുലേഷൻ, കൂട്ടിവെക്കുക എന്ന കൺസെപ്റ്റ് മാറി. അവർ ഷെയർ ചെയ്യുവാൻ, കൊടുക്കുവാൻ, ആവശ്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുവാനുള്ള ആ വലിയ ചിന്ത അവരിൽ ശക്തമായി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്താലാണ് ജനഹൃദയങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. രക്ഷയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന് വളരെ നിർണായകമായ പങ്കുണ്ട്. പരിശുദ്ധാത്മാവും ദൈവവചനത്താലുമാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ
വ്യക്തിപരമായ നമ്മുടെ സ്വഭാവത്തെ മാറ്റും. പരിശുദ്ധാത്മ നിറവ് ഒരുവനിൽ നടന്നാൽ അവൻ്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെട്ടു വരും. ആത്മാവിൻ്റെ ഫലം തീർച്ചയായും വെളിപ്പെട്ടു വരും. ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ വളരെ കട്ടിയായ തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത്. അവരവരുടെ പേരിലുള്ള വസ്തുക്കൾ പോലും വിറ്റിട്ട് അവരുടെ കൂട്ടു സഹോദരങ്ങളെ സഹായിക്കുവാനുള്ള ഒരു ദൈവിക സ്നേഹം അവരിൽ വ്യാപരിച്ചു. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് 46 വാക്യം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരുവനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഇവിടെ ഈ 46 വാക്യത്തിൽ അപ്പം നുറുക്കിയെന്നും ഭക്ഷണം കഴിച്ചു എന്നും ഒക്കെ എഴുതിയിരിക്കുന്നു. 42 ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ആ 46ലും 42ഉം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം ഞാൻ 45 വാക്യത്തിൽ ചില കാര്യങ്ങളുടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഷെയറിംഗ് എന്ന വിഷയം, പ്രൊവൈഡിങ് എന്ന വിഷയം, അതിന് ഈ വിഷയം കൂടെ ഞാൻ ചേർത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 42 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അപ്പം നുറുക്ക് കർത്തൃമേശ, ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ ആണ്. എന്നാൽ 46 വാക്യത്തിലെ പ്രയോഗം ഭക്ഷണം കഴിക്കുകയും അത് വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും എന്ന പ്രയോഗം കർത്തൃമേശയോടുള്ള ബന്ധത്തിലല്ല. അത് അവർ വീടുകളിൽ കൂടി ഒരുമിച്ച് മീൽസ് ഷെയർ ചെയ്യുമായിരുന്നു. സന്തോഷത്തോടെ ആദ്യ നൂറ്റാണ്ടിലെ സഭ അനുഭവിച്ച ആത്മീക സന്തോഷം ദൈവമക്കൾ ഇവിടെ നോട്ട് ചെയ്യണം. പ്രാർത്ഥനയും പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ, ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ഐക്യതയും സ്നേഹവും അത് ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. വസ്തുക്കളൊക്കെ വിറ്റ് സഹായിച്ചു, ഷെയർ ചെയ്തു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അവിടേക്ക് നമുക്ക് മടങ്ങി വരണം. 46 വാക്യത്തിലെ ശ്രദ്ധേയമാണ്, അവർ ഒരുമിച്ച് മീൽസ് കഴിച്ചിരുന്നു, ഫുഡ് ഷെയർ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 അധ്യായത്തിൽ വിധവമാരെ ആ സഭ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണമാകാം, സാധുക്കളായ വിധവമാർക്ക് ധരിക്കുവാനുള്ള വസ്ത്രം കൊണ്ടുവന്ന് കാണും, സാമ്പത്തിക സപ്പോർട്ട് ഒരു പക്ഷെങ്കിൽ കാണും. ഇതെല്ലാം അവർ അഡ്മിനിസ്റ്റർ ചെയ്തു. അവിടെ 6 അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ദൈവസഭയിൽ അല്പം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് 7 പുരുഷന്മാരെ ഡീക്കൺസായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ഷെയറിങ്ങിൻ്റെ, ഈ ഓഫറിങ് വിധവമാർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുവാൻ, മേശകളിൽ ശുശ്രൂഷിക്കുവാൻ ആണ് ആ 7 ഡീക്കന്മാരെ, ആത്മപൂർണരായ നല്ല സാക്ഷ്യമുള്ള 7 പേരെ അവർ തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രശ്നം അതിനോടുള്ള ബന്ധത്തിൽ ദൈവസഭയിൽ വന്നിട്ട് ആ പ്രൊജക്റ്റ് നിർത്തിവെക്കുകയല്ല, അത് തുടർന്നും മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്ന് അപ്പോസ്തലന്മാർ ഗ്രഹിച്ച് അതിന് യോഗ്യരായ ആ സമൂഹത്തിലുള്ള 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോസ്തലന്മാർ ഒരു കാര്യം ഗ്രഹിച്ചു, ദൈവം അവരെ പ്രത്യേക നിലയിൽ വിളിച്ചിരിക്കുന്നത് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാനാണ്. അത് ഒരു സമയത്ത് ആ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ നിന്ന് ഇങ്ങനെയുള്ള
ഈ സോഷ്യൽ വർക്കിലേക്ക് അവർ നീങ്ങി. അങ്ങനെയാണ് ആ ചർച്ചിൽ അല്പമായ പിറുപിറുപ്പുണ്ടാകുവാൻ ഇടവന്നത്. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോസ്തലന്മാർ ഒരു ചേഞ്ചിന് തയ്യാറായി. ഈ സോഷ്യൽ വർക്ക് പ്രധാനപ്പെട്ട ശുശ്രൂഷ അല്ലാത്തത് കൊണ്ടല്ല, അത് പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. പക്ഷേ അപ്പോസ്തലന്മാരുടെ പ്രധാന കോളിംഗ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയം സഭയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവരെ തന്നെ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും അവർ ഉറ്റിരിക്കുവാൻ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഡീക്കൻസിന് അത് കൈമാറി. ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്, ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക, വിധവമാരായ സാമ്പത്തിക ശേഷിയില്ലാത്ത വിധവമാരെ സപ്പോർട്ട് ചെയ്യുവാനും കെയർ ചെയ്യുവാനും അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുവാൻ ജെറുസലേം ചർച്ച് തയ്യാറായിരുന്നു. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ അനുഭവം ദൈവമക്കൾക്കറിയാമല്ലോ. തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആ സഹോദരൻ്റെയോ സഹോദരിയുടെയോ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറില്ല. ദൈവസഭ പലപ്പോഴും അതിനെക്കുറിച്ച് ബോധേഡല്ല. എല്ലാ സഭകളുമല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അന്നത്തെ പോലെ തന്നെ ഇന്നും ആവശ്യത്തിലിരിക്കുന്നവരുടെ നീഡ്സിനെ പരിഗണിച്ച് അതിന് സഹായമെത്തിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ക്രിസ്തീയ പാറ്റേൺ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ക്രിസ്തീയ സ്നേഹത്തിലേക്കാണ് ദൈവാത്മാവ് നമ്മളെ നടത്തുന്നത്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം മാത്രമല്ല മേശമേൽ ശുശ്രൂഷിച്ചത്, സാമ്പത്തിക സഹായവും, ഒരു പക്ഷെങ്കിൽ ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ പോലും കൊടുത്തു കാണാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു പോളിസിയായിരുന്നു, അവരുടെ ഇടയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരും ഉണ്ടാകരുത്. 6-ാം അധ്യായത്തിൽ നടന്ന ആ പ്രശ്നത്തെ, ആ പിറുപിറുപ്പിനെ ഞാൻ ഈ തരുണത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊരവസരത്തിൽ അതിനെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഞാൻ ഇത്രയും പറയാൻ താല്പര്യപ്പെടുന്നു, അവരുടെ ഐക്യതയും സ്നേഹവും ഷെയറിങ്ങിൽ അവർ വെളിപ്പെടുത്തി. മടങ്ങി നമുക്ക് 45-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവരുടെ വസ്തുവകകൾ പോലും വിറ്റ് ആവശ്യത്തിലിരിക്കുന്നവരെ അവർ സപ്പോർട്ട് ചെയ്തു. ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണത്. പരിശുദ്ധാത്മാവും ദൈവവചനം കൂടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്. ദൈവസഭ, യെരുശലേം സഭ ഇങ്ങനെ ചെയ്യുവാൻ കാരണം തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പക്ഷേ ഇതിനുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. കർത്താവിൻ്റെ ടീച്ചിങ്സിൽ വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ് സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് കർത്താവ് വളരെ വിശദീകരിച്ച് പഠിപ്പിച്ചു. ദൈവരാജ്യത്തിലുള്ള ഒരു വിശ്വാസിയിൽ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചു. അതിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അല്ലാതിരുന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ, ഭിക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് തർജ്ജിമകൾ പറയുന്നത് വെൻ യു ഗിവ് ടു ദ നീഡി, ആവശ്യത്തിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ. മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ആവശ്യത്തിലിരിക്കുന്ന നീഡിയായുള്ള ആളുകൾക്ക് കൊടുക്കണമെന്നുള്ളത് ദൈവരാജ്യത്തിലെ ഒരു കൽപ്പനയാണ്. ദൈവമക്കളെ, തീർച്ചയായിട്ടും അത് പ്രാക്ടീസിൽ കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അല്ലാതെ സാധ്യമല്ല. കൂട്ടു സഹോദരങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളായി കണ്ട് അത് പരിഹരിക്കുവാനായി കരം നീട്ടണമെങ്കിൽ ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ദൈവമക്കൾ ഒന്ന് കുറിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഈ തുക അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ, ഈ സഹായം അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് മനുഷ്യർ കാണുവാൻ വേണ്ടി ചെയ്യരുത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി അരുത്. ആളുകളെ സഹായിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. സഹായിക്കുമ്പോൾ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. കാഹളമൂതരുത്, മുന്നിൽ പോയി കാഹളമൂതരുത്. 3, അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ പ്രതിഫലം വളരെ ടെമ്പററിയാണ്. മനുഷ്യരെല്ലാം കാണും, അപ്രീഷിയേറ്റ് ചെയ്യും, അത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ നിത്യമായ പ്രതിഫലം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുകയില്ല എന്ന് യേശു തമ്പുരാൻ പഠിപ്പിച്ചു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ കാഹളം ഊതുകയും ആളുകൾ നോട്ട് ചെയ്യണമെന്നുള്ള മനോഭാവം കപടഭക്തിക്കാരുടെ മനോഭാവമാണ്. അവരെ പോലെ അരുത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് പറയുകയാണ്, രഹസ്യത്തിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യപ്രതിഫലം ഉണ്ടാകും. ഭൂമിയിലുള്ള ആരും അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നുള്ള മനോഭാവത്തോടെയല്ല, കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ടും അയലക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ടും പരിശുദ്ധാത്മാവ് നിർബന്ധം വരുന്നത് കൊണ്ടും ആരെയും ഇംപ്രസ് ചെയ്യാതെ സന്തോഷത്തോടെ കൊടുക്കുക. മാസികകൾ പ്രസിദ്ധീകരിക്കാനോ എവിടെയെങ്കിലും ലിസ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പേര് കാണപ്പെടുവാനോ ഒന്നുമല്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുമ്പോൾ, അത് ശ്രദ്ധിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന വേദന നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നിന്നുകൊണ്ട് ആ സപ്പോർട്ട് അവർക്ക് എത്തിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പഴയ നിയമ കാലഘട്ടം തൊട്ടേ ആവശ്യത്തിലിരിക്കുന്ന നീഡിയായിട്ടുള്ള, പൂവറായിട്ടുള്ള ആളുകളെ സഹായിക്കണമെന്ന് ദൈവം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയുള്ള നിർദ്ദേശമുണ്ട്. സദൃശവാക്യങ്ങളൊക്കെ വായിച്ചാൽ ഇക്കാര്യത്തിന് ധാരാളം വാക്യങ്ങളുണ്ട്. പുതിയ നിയമത്തിലും ആ കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ഉണർവിൻ്റെ ഭാഗമായി ദൈവമക്കൾ ചിന്തിക്കാറില്ല. എന്നാൽ അപ്പോസ്തോലന്മാരുടെ ഇടയിൽ യെരുശലേം സഭയിൽ ഉണർവുണ്ടായപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ അവരിൽ വെളിപ്പെട്ടു വന്നു. യേശുവിൻ്റെ വാക്കുകൾ ദൈവമക്കൾ ഓർക്കണം. യേശു പറഞ്ഞത്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ലോകം കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയും. പ്രസംഗം നല്ലതാണ്, പാട്ടുപാടുന്നത് നല്ലതാണ്. പക്ഷേ സ്വഭാവം ദൈവവചനപ്രകാരം മാറി ആളുകൾക്ക് കാര്യങ്ങളെ ഷെയർ ചെയ്യുവാൻ കൊടുക്കുമ്പോൾ അത് യഥാർത്ഥ ആത്മീകൻ്റെ ഒരു ലക്ഷണമാണ്. സാമ്പത്തികത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു വ്യക്തിയുടെ ആത്മീകതയുടെ ആ ടെമ്പറേച്ചർ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം കർത്താവ് ഈ ദൈവരാജ്യ പ്രിൻസിപ്പിളിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അത് കൽപ്പനയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാങ്കിലാരും ഡിപ്പോസിറ്റ് ഇടരുത് എന്ന അർത്ഥമല്ല. ഇംഗ്ലീഷ് വേദപുസ്തകമുള്ളവരത് വായിച്ചാൽ വളരെ വ്യക്തമാണ്. നിങ്ങൾക്കായി സൂക്ഷിക്കരുത്, എൻ്റെ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി സെൽഫിഷ് മോട്ടീവോടുകൂടി മാത്രം സ്വരൂപിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് കർത്താവ് 20-ാം വാക്യത്തിൽ പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അതും കൽപ്പനയാണ്. ഇവിടെ സ്വരൂപിക്കരുത്, തനിക്കായി തന്നെ സെൽഫിഷായിട്ട് ഉള്ള മോട്ടീവോടുകൂടി സ്വരൂപിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞ ശേഷം പറയുകയാണ്, കർത്താവ് എൻകറേജ് ചെയ്യാണ്, സ്വർഗത്തിൽ സ്വരൂപിക്കണം. ഇവിടെ സ്വരൂപിക്കരുതെന്ന് പറയുന്നത് ഈ ലോകം താൽക്കാലികമാണ്, ഇവിടുത്തെ നിക്ഷേപം താൽക്കാലികമാണ്, സ്വർഗത്തിലേത് നിത്യമാണ്. ആകയാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുവാനാണ് കർത്താവ് ദൈവരാജ്യ പ്രിൻസിപ്പിളിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്നാൽ നിത്യതയുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ദൈവപൈതൽ നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യും. കർത്താവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വലിയ വ്യത്യാസം കൊണ്ടുവരട്ടെ. 21-ാം വാക്യം, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഭൂമിയിലാണ് നമ്മളിതെല്ലാം കൂട്ടിവെച്ചിരിക്കുന്നതെങ്കിൽ ഹൃദയം അവിടെ ഇരിക്കും. സ്വർഗത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഹൃദയം അവിടെ ഇരിക്കും. സ്വർഗത്തിൽ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനുള്ള ഒരു വഴി സാമ്പത്തിക ശേഷിയില്ലാത്ത ആവശ്യത്തിലിരിക്കുന്നവരെ നാം സഹായിക്കുമ്പോഴാണ്. നോക്കൂ, ഈ ദൈവരാജ്യ പ്രിൻസിപ്പിൾസ് നന്നായി അറിയാവുന്ന യെരുശലേം സഭയിലെ അപ്പോസ്തോലന്മാർ അവരുടെ ഇടയിലും ഇത് പഠിപ്പിച്ചു. 2-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം അവർ ശ്രദ്ധിച്ചു, കൈക്കൊണ്ടു, അവരതിൽ ഡിവോട്ടഡ് ആയിരുന്നു. അങ്ങനെ ശരിക്ക് ദൈവവചനം പഠിപ്പിച്ചത് കൊണ്ട് ആ സഭയിലെ പ്രാക്ടീസാണ് 45-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ അവരുടെ ഗുഡ്സ്
അവരുടെ നന്മകൾ ആ ദൈവസഭയിലുള്ള അത്രയും നന്മകൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ നീഡിയായി ആവശ്യത്തിലിരിക്കുന്നവർക്ക് അവർ ഷെയർ ചെയ്യുവാൻ തുടങ്ങി. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയാണ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലഘട്ടത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് താൻ പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് 10-18 കൂട്ടം കാര്യങ്ങൾ താൻ ലിസ്റ്റ് ചെയ്യുകയാണ്. അതിലെ 1-ാമത്തെ വിഷയം സെൽഫിഷ് നേച്ചർ. മനുഷ്യൻ സ്വസ്നേഹികളാകും. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ദൈവമക്കളിൽ നിന്ന് സെൽഫിഷ് നേച്ചറിനെ ഹോളി സ്പിരിറ്റ് എടുത്തു മാറ്റും. പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഉള്ളിൽ സെൽഫിഷ് നേച്ചർ ഉണ്ടാകുകയില്ല. കർത്താവ് ആവശ്യപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നാം നയിക്കപ്പെടണമെങ്കിൽ, ആ സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ, ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ എല്ലാവരുടെ ഉള്ളിൽ കാർണൽ നേച്ചർ, അവൻ്റെ ജഡസ്വഭാവം സെൽഫിഷാണ്. എപ്പോഴും എനിക്ക് എൻ്റേത് എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആത്മാവിന് ഭരണം കൈമാറുമ്പോൾ, ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ സ്വഭാവം മാറി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാകുവാൻ തുടങ്ങും. ഇതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. കർത്താവ് പഠിപ്പിച്ചു നീഡിയായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. കർത്താവ് എല്ലാ വസ്തുവകകൾ വിൽക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു ടീച്ചിങ് ഇല്ലായിരുന്നു. നിർബന്ധമായി എല്ലാവരും വസ്തു വിൽക്കണമെന്നോ അങ്ങനെയുള്ള ടീച്ചിങ്സ് ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്താണ് ഇവരിങ്ങനെ ചെയ്യുവാൻ തുടങ്ങിയത്? ആരും നിർബന്ധിച്ചിട്ടല്ല, അവർ സ്വമനസ്സാലെ മറ്റുള്ളവരുടെ വിഷയത്തിൽ കമ്പാഷൻ ഉണ്ടായി, മനസ്സലിവുണ്ടായി. അവരങ്ങനെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തിരുവെഴുത്തിൽ പറയുന്നത് ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ നീഡി പേഴ്സൺസ് ഇല്ലായിരുന്നു. മറ്റൊരാളിൻ്റെ നീഡ്സ് അവരുടെ ഹൃദയത്തിൽ അത് വേദനയായി മാറി. അതിനെ മാറ്റുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ആജ്ഞ അതായതുകൊണ്ട് അവരാ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഒരു കാര്യം കൂടെ ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാം. വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ആരാണ് യഥാർത്ഥത്തിൽ നീഡി പേഴ്സൺ? ആവശ്യമുള്ളവരെ സഹായിക്കണം എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആരാണ് ഈ ആവശ്യത്തിൽ ഇരിക്കുന്ന ആൾ? ചില ആളുകളെങ്കിലും ക്രിസ്തീയ സ്നേഹത്തെ മുതലെടുക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ജോലിക്കെങ്ങും പോകാതെ മടിച്ച് ഭവനത്തിലിരുന്ന് സഭ സപ്പോർട്ട് ചെയ്യും എന്ന ചിന്തയിലിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അത് ദൈവവചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് താൻ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ വളരെ ശക്തമായി കർത്താവിൻ്റെ ദാസൻ എഴുതുന്ന ഒരു പ്രയോഗം, ആ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം.
2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെയും ഐഡലായിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ അധ്വാനിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കരുത്. അപ്പം നീഡി എന്ന ആ വാക്ക്, ആവശ്യത്തിലിരിക്കുക എന്ന ആ വാക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ആണ് ആവശ്യം. മനഃപൂർവ്വമായി ജോലിക്ക് പോകാതെ മടി വിചാരിച്ചിരിക്കുന്ന ഒരാളിന് ദൈവസഭ സപ്പോർട്ട് കൊടുത്താൽ അവനെ കൂടുതൽ മടിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അത് ദൈവഹിതമല്ല. ദൈവഹിതമെന്നുള്ളത് ജെനുവിനായിട്ടുള്ള നീഡിയ ആളുകളെ നാം കണ്ടെത്തണം. ജോലി ചെയ്തിട്ടും മുന്നോട്ട് പോകുവാൻ കഴിയില്ലാതിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. പെട്ടെന്നുള്ള ആപത്ത് നിമിത്തം, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസത്തിന് വിടുവാൻ കഴിയാതെ വിവാഹ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞെരുങ്ങിക്കഴിയുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. പ്രാദേശിക സഭ, ആ സഭയിലെ നേതൃത്വം പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവ് ആണെങ്കിൽ ആത്മാവ് അതിനുള്ള ഗൈഡൻസ് തരും. ആ ഗൈഡൻസ് അനുസരിച്ച് എത്തിക്കേണ്ട ഇടത്ത് അർഹിക്കുന്ന ആളുകൾക്ക് ആ സഹായം, അത് സാമ്പത്തികമാകാം, വസ്തുവകയാകാം, വസ്ത്രമാകാം, എന്തുമാകട്ടെ, ആ സപ്പോർട്ട് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് ദൈവമക്കളെ നീതിപ്രവൃത്തിയാണ്. അതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. എളിയവരെ സഹായിക്കുന്നത് തീർച്ചയായും ദൈവാനുഗ്രഹമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായുള്ള സമൃദ്ധി അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്. എന്തിനാണ് ദൈവം ഇതെല്ലാം താങ്കളുടെ കൈവശം തന്നിരിക്കുന്നത്? അതിലെ ഒരു കാര്യം സാധുക്കളെ സഹായിക്കുവാനാണ്. ഈ കാലഘട്ടത്തിലെ ദൈവസഭ ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവരായിത്തീരണം. പരിശുദ്ധ സ്നാനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ദൈവമക്കളുണ്ട്. ഒരു പക്ഷെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം. ആത്മസ്നാനം അനുഭവിച്ച് നമ്മൾ ആ പ്രാദേശിക സഭയിൽ ദൈവത്തെ ആരാധിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഭവനത്തിലേക്ക് പോകുന്ന പ്രവണതകൾ ദൈവവചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മീകൻ്റെ ഒരു സ്വഭാവമാണ്, പരിശുദ്ധാത്മ പ്രവൃത്തിയിലുണ്ടായ ശക്തമായ ഒരു പ്രവൃത്തിയാണ് നീഡിയായിട്ടുള്ളവരെ യെരുശലേം സഭ സപ്പോർട്ട് ചെയ്തു. ആ 2:45 ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അത് പൊതുവകയായിട്ട് അവർ എണ്ണി. അവരുടെ സ്വന്തം പേരിലാണ്, പക്ഷേ ഇതെൻ്റെ സഹോദരൻ്റേതുകൂടെയാണ് എന്ന ചിന്ത അവർക്കുണ്ടായി. ഇക്കാലഘട്ടത്തിലുള്ളവർക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള വേദഭാഗത്തിൽ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ
കൊണ്ടുവരാം. അതിൻ്റെ 33-ാം വാക്യം, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഹൃദയത്തിൽ നിന്ന് കംപ്ലീറ്റായിട്ട് നമ്മുടെ വസ്തുവകകൾ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ശിഷ്യനായി കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആ മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു സഹോദരനൊരു വിഷയം വരുമ്പോൾ അത് സമയാസമയങ്ങളിൽ അതിനൊരു ഭാഗം വിറ്റ് അവരിൽ ഒരാൾക്ക് കൊടുക്കാൻ അവർക്ക് മടിയില്ല. കാരണം നേരത്തെ തന്നെ ഈ വിഷയങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ കത്തിവെച്ചതാണ്. അവരുടെ സ്വന്തമായി അവരാ കാര്യങ്ങൾ എടുക്കുന്നില്ല. അതെൻ്റെ സഹോദരൻ്റെ വകയുടെയാണ്. ഇങ്ങനെയൊരു ആത്മപ്രവൃത്തി താങ്കളുടെ പ്രാദേശിക സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മ പ്രവൃത്തിയെ പലപ്പോഴും നാം ദൈവവചന അടിസ്ഥാനത്തിലല്ല കാണുന്നത്. ആത്മസ്നാനത്തിൽ കേവലം ഉപരിവിപ്ലവ പ്രകടനങ്ങൾ മാത്രമായി ചിന്തിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നത് ഒന്നോ രണ്ടോ പ്രകടനം നടത്തിയിട്ട് പോകുവാനല്ല, നമ്മുടെ സ്വഭാവത്തെ മാറ്റി ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലിടുവാൻ വേണ്ടിയാണ്. നോയിക്കേ, ഒരിക്കൽ ഞങ്ങളിൽ വലിയവൻ ആരാണെന്നും ഭൗതികമായ ഒരു രാജ്യത്തിൽ സ്ഥാനങ്ങൾ അന്വേഷിച്ച ശിഷ്യന്മാർ ഇപ്പോൾ അവരെല്ലാം പൊതുവകയായിട്ടുണ്ടുകയാണ്. എന്നിട്ട് വിറ്റ് ആളുകളെ സഹായിക്കുവാൻ അവർ തയ്യാറാണ്. ഈ മാറ്റം കൊണ്ടുവന്നത് ഹോളി സ്പിരിറ്റാണ്. ഈ കാലഘട്ടത്തിലെ ദൈവസഭകൾ ഈ കാര്യങ്ങൾ നമ്മളിലൂടെ വെളിപ്പെട്ടു വരുവാൻ, പരിശുദ്ധാത്മാവിന് നമ്മെ ഭരിക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. യെരുശലേം സഭയുടെ 5ാമത്തെ ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രൊവൈഡിങ് ചർച്ച്. ആളുകൾക്ക് വേണ്ടി കരുതുന്ന സഭ, ആവശ്യക്കാരെ സഹായിക്കുന്ന സഭ, മുട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന സഭ. അടുത്ത എപ്പിസോഡിൽ ഈ വിഷയം തന്നെ നമുക്ക് പിന്നെയും പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചിന്തിച്ച് കാണുകയില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് മുഴുവനുമായി ദൈവത്തിനൊന്ന് പരമേൽപ്പിക്കുവാൻ, സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കൂടെ ആരാധിക്കുന്ന, കൂടെ പ്രാർത്ഥിക്കുന്ന ആ സഹോദരനെ, സഹോദരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കരം ഒന്ന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? അങ്ങനെ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വീഴ്ചകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരെയും സഹോദരിമാരെയും കുടുംബങ്ങളെയും സഹായിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും വിധേയപ്പെടുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ, സഭയിലൂടെ മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.